ശേഷമാണ് അവിടുന്ന് മോഡൽ തീരുമാനിക്കുന്നത്. എന്തിനാ മോനെ നീ ബാർബർ ഷോപ്പിൽ പോയതിന് ശേഷം മോഡൽ തീരുമാനിക്കുന്നത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നഹാ റസൂലുള്ളാഹി അനിൽ ഖസഇ. റസൂലുള്ളാഹി തങ്ങൾ ഖസഇ എന്ന് പറയുന്ന പരിപാടി വിരോധിച്ചതാണ്. എന്താ ഖസ എന്ന് പറഞ്ഞാലെന്നറിയുമോ? അതേ, മുടിയുടെ അല്പഭാഗം ചെറുതാക്കുന്നു, അല്പഭാഗം വലുതാക്കുന്നു, അപ്പാച്ചി രൂപത്തിൽ മുടി വെട്ടിക്കുന്നു, മുള്ളൻ പന്നിയുടെ മുള്ള് പോലെ മേലോട്ടിങ്ങനെ ഉയർന്നു നിൽക്കുന്ന രൂപത്തിൽ മോഡലാക്കുന്നു. മോനെ, ഇത് റസൂലുള്ളാന്റെ മോഡലല്ല കേട്ടോ. സാന്ദർഭികമായി ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട്, സഹോദരിമാരോട്, അതേ, ആഴ്ചകളിൽ 1-2 തവണ ബ്യൂട്ടി പാർലറുകൾ കയറിയിറങ്ങുന്ന ഉമ്മമാരില്ലേ, സഹോദരിമാരില്ലേ, മോളെ, നിന്റെ ഭർത്താവിന്റെ മുന്നിൽ നീ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ ഏത് രൂപത്തിലും നീ സൗന്ദര്യം ഉപയോഗിച്ചോ. പക്ഷേ ഏത് പാർലറുകളിലേക്ക് നീ കടന്നു ചെല്ലുകയാണെങ്കിലോ അവിടെയും നമ്മുടെ നേതാവിന് പറയാനുള്ളത് അംഗീകരിക്കണോ. മോളെ, നീ നിന്റെ പിരികം പ്ലഗ് ചെയ്യുന്ന പരിപാടിയില്ലേ, അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയല്ലേ, അത് റസൂലുള്ളാഹിക്ക് വലിയ ദേഷ്യമുള്ള പരിപാടിയല്ലേ, റസൂലുള്ളാഹി നിങ്ങളെ ഹറാമാണെന്ന് പഠിപ്പിച്ചതല്ലേ പിരികം പ്ലഗ് ചെയ്യുന്നത്. അതേ ഉമ്മമാർ, അവർക്ക് ബ്യൂട്ടി കൂട്ടാൻ വേണ്ടി പോകുമ്പോ, സൗന്ദര്യം വർദ്ധിപ്പിക്കണമെന്ന ഒരേ ഒരു ലക്ഷ്യവുമായി പോകുമ്പോ, മോളെ, ലോകത്തിന്റെ നേതാവിനെ മറക്കണ്ട കേട്ടോ. അതേ, ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വരുമ്പോ, അല്ലെങ്കിൽ ബാർബർ ഷോപ്പിൽ നിന്ന് മുടി മോഡൽ വൽക്കരിച്ച് ഇറങ്ങിപ്പോരുമ്പോ, അത് ഏതെങ്കിലും വണ്ടി വന്ന് നിന്നെ തട്ടി നീ ആക്സിഡന്റിലങ്ങ് മരണപ്പെട്ടു പോയാൽ, മോളെ, നിന്നെ ആളുകൾ കുളിപ്പിക്കൂലേ? അതേ, അവര് നിസ്കരിച്ചുകൊണ്ട് നിന്നെ കബറിൽ കൊണ്ടുപോയി വെക്കൂലേ? ആ കബറിലേക്ക് നമ്മുടെ കരളിന്റെ കഷ്ണമായ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരൂലേ? റസൂലുള്ള എന്റെയും നിങ്ങളുടെയും ഖബറിലേക്ക് വരുമ്പോ റസൂലുള്ളാഹിക്ക് പൊരുത്തമില്ലാത്ത രൂപത്തിലാണോ മോനെ നിന്റെ മുടിയുള്ളത്? മോളെ, നിന്റെ പിരികമുള്ളത് റസൂലുള്ള വിരോധിച്ച രൂപത്തിലാണോ? അവിടെ റസൂലുള്ളാഹിക്ക് സന്തോഷമുണ്ടാകുമോ? റസൂലുള്ള നമ്മെ തൃപ്തിപ്പെടുമോ? റസൂലുള്ളാഹിക്ക്